ഇത്ര നാളായി അവളെ ഒന്ന് കണ്ടിട്ട്. പോയിട്ട് തന്നെ ഇപ്പോ 5-6 വർഷമായില്ലേ. വന്നിട്ട് ഉടനെ തന്നെ പോകുമോ അതോ ഇവിടെ തന്നെ കാണൂ ഇനി അങ്ങോട്ട്? അവൾ ഇനി അങ്ങോട്ട് ഇവിടെ തന്നെ കാണും തീവോ? ഇച്ചായന്റെ അമ്മ പോയ പിന്നെ അവക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെന്നാ പറയുന്നേ. അപ്പൊ ഞങ്ങളും കരുതി ഇങ്ങോട്ടേക്ക് പോരട്ടെന്ന്. അതെന്തായാലും നന്നായി. ഇതിപ്പോ എത്ര വർഷമായി അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എപ്പോഴെങ്കിലും തോന്നിയല്ലോ അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ. അതന്നെ എല്ലാ വിശേഷ ദിവസങ്ങളിലും അങ്ങോട്ടേക്ക് പോയി കാണേണ്ട അവസ്ഥയല്ലായിരുന്നു. അതിലിങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നത് തന്നെ വലിയ കാര്യമാണ്. അതേന്നേ. അല്ല, ആളെപ്പോഴേക്കാ വരുന്നേ? അടുത്ത വെള്ളിയാഴ്ച തന്നെ എത്തും. പിന്നെ അവിടെ ജേക്കബിന് എന്തോ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടത്രേ. അതുകൊണ്ട് രാവിലെ അവളെ ട്രെയിൻ കയറ്റി വിട്ടിട്ടേ പോകും. ജെറിയോട് ഞാൻ പറഞ്ഞതാ അന്നത്തേക്ക് ലീവ് എടുക്കാൻ. അവനെന്തോ ന്യൂ പ്രോജക്റ്റിന്റെ തിരക്കിലാണത്രേ. അതുകൊണ്ട് ഒരു ദിവസത്തേനൊന്നും ലീവ് കിട്ടില്ല എന്നാവൻ പറയുന്നത്. എന്നിട്ടെന്താ അവള് തനിയെ വരാമെന്നാ പറയുന്നത്. ഇച്ചായനും അതിന് കൂട്ടാം. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ 4-5 മണിക്കൂറല്ലേ എടുക്കൂ. പിന്നെ AC കോച്ചാ ബുക്ക് ചെയ്തേക്കുന്നതെന്ന്. അതുകൊണ്ട് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലെന്നാ പറഞ്ഞേ. അപ്പൊ പിന്നെ പ്രോബ്ലം ഒന്നും ഇല്ലാനും അവൾ വന്നോളും. അവള് നമ്മുടെ പുലിക്കുട്ടിയല്ലേ. ഇവിടെ ഏതെങ്കിലും കോളേജ് അവൾക്ക് ബികോമിന് ഒരു അഡ്മിഷൻ എടുക്കാൻ ജെറിയോട് പറഞ്ഞിട്ടുണ്ട്. അതെയോ? അതെന്തായാലും നന്നായി. ഓ, ഇവന്റെ ഈ പാട്ട വണ്ടി കാരണം എന്ന് റോഡിൽ പോസ്റ്റ് ആകാനാണല്ലോ കർത്താവേ എന്റെ വിധി. നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ ഉള്ളത് തന്നെ പറഞ്ഞു. എന്ന് ഈ പാട്ട വണ്ടി കയറുന്നു അന്ന് ഇത് ബ്രേക്കാണോ? ആ പറഞ്ഞത് ശരിയാ. നിന്നെ എന്നെ വണ്ടി കയറ്റിരുന്നോ അന്നെല്ലാം എന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവും. എനിക്ക് വിശക്കണം. ഓ, ഹോസ്റ്റലിൽ നിന്ന് കഴിച്ചതോ? അതൊക്കെ എപ്പോഴും ദഹിച്ച്. എങ്കിൽ പിന്നെ മോളെ തണലത്തോട്ട് മാറി നിൽക്കുക. ചേട്ടൻ ഇത് ശരിയാക്കിയിട്ട് വിളിക്കുക. നീ ഈ പാട്ടയും കെട്ടിപ്പിടിച്ചിരിക്കും. ഞാൻ വേറെ വല്ല വണ്ടിയും കിട്ടുമെന്ന് നോക്കട്ടെ. ചെല്ല് ഇപ്പൊ തന്നെ കിട്ടും. ചേട്ടാ, ആ നിർമ്മല കോളേജിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യൂ. ഇതെന്താ അയാള് ഒന്നും പറയത്തെ? ഇനി ചെവി കേക്കത്തില്ലയോ? ഇയാൾക്കെന്താ കോങ്കുന്നുണ്ടോ? ജിത്തു, എന്നാ പറ്റി? ആ ജെറി, നീ ആയിരുന്നോ? അതൊന്നുമില്ലടാ, വണ്ടി ചെറുതായിട്ടൊരു പണി തന്നതാ. അല്ല, നിന്റെ കാർ എന്തി? അത് സർവീസിന് കൊടുത്തു. അല്ല, നിനക്കെന്തേലും ഹെൽപ്പ് വേണം? ഏയ്, അതിന്റെ ആവശ്യമില്ല. ഇതൊരു 10 മിനിറ്റിന്റെ കേസേ ഉള്ളൂ. എന്നാ ഓക്കെ, ഞാൻ പോവാ. അല്ല, നീ ഇതുവരെ പോയില്ലേ? ഞാൻ കരുതി ഇപ്പോ കോളേജിലെത്തി കാണുന്നു. ആദ്യമായിട്ടാ നിന്നെ ഇങ്ങനെ വാല് മുറിഞ്ഞ് കാണുന്നത്. അതോ, അത് നിനക്ക് ആനിയാൻ ജെറിയില്ലേ, എന്റെ നെയ്ബർ, ആന്റിയുടെ മോനാ ജെറിൻ. പുള്ളിയാണെങ്കിൽ മറ്റേ SN ഗ്രൂപ്പ്സ് ഇല്ലേ, നമ്മുടെ കോളേജ് കഴിഞ്ഞിട്ടുള്ള അവിടുത്തെ മാനേജരാ. എന്ത്, ആനിയാൻജിയുടെ മകനോ? അതെ. എന്റെ കർത്താവേ, ആ പാവം പിടിച്ച ആന്റിക്കൊക്കെ ഈ സൈസ് സാധനങ്ങൾ എങ്ങനെ മകനാകണേ? അറിയാം. അത്രയ്ക്കും തെരയാണെങ്കിൽ നീ പോയി അന്വേഷിച്ചിട്ട് വാ. പോട പട്ടി. എന്നാലും അതങ്ങനെ ശരിയാകും? എന്ത്? അല്ല, ഞാൻ എത്ര തവണ നിന്റെ വീട്ടിൽ വന്നിരിക്കണം, അപ്പോഴൊന്നും ഈ അവതാരത്തെ ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. 2 ആളുകൾക്കുള്ള ഫുഡ് ഒറ്റയിരിപ്പിന് തട്ടിയിട്ട് 8 മണിക്ക് മുന്നേ പൂത്തുപോലെ കിടന്നുറങ്ങുന്ന നീ 10 മണിക്ക് ശേഷം വീട്ടിൽ എത്തുന്ന ആ പോയ മുതലിനെ എങ്ങനെ കാണാനാ? ഓ പിന്നെ, ആ കാലനെ കണ്ടിട്ടിപ്പോ എനിക്കെന്ത് കിട്ടാനാ? ഓ, ഇപ്പൊ അങ്ങനെ ആയ? അതെയല്ലോ. പിന്നെ നിന്ന് കഥാപ്രസംഗം നടക്കാതെ പോയി വണ്ടി ശരിയാക്കടാ. കൂടി കുരുട്ടടക്കെ ഓടർക്കാം. ചേട്ടാ, എന്നെ ആ നിർമ്മല കോളേജിന്റെ ഇവിടേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യൂ പ്ലീസ്. ഓക്കെ, കേറൂ.
ദാ, നീ തല്ലിപ്പൊളി വണ്ടി ശരിയാക്കി എപ്പോഴേലും വാ, ഞാൻ പോകുക. എന്നാ പിന്നെ കോളേജിൽ കാണാം. ബൈ. പൊട്ടിച്ചേറ്റ ശിവ, ഹൗ ഡെയർ യു? ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ ശിവ എന്ന് വിളിക്കരുതെന്ന്. അതെല്ലാരും ജിത്തു എന്നല്ലേ വിളിക്കുന്നത്, അതുകൊണ്ടാ ഞാൻ. നിനക്ക് മാത്രമായിട്ട് എന്താ വല്ല സ്പെഷ്യാലിറ്റി ഉണ്ടോ? ഇല്ല, ജിത്തു. ഇനി എന്താ? അത് പിന്നെ ഇതിപ്പോ 3 വർഷമായില്ലേ, ഇനിയെങ്കിലും ഒന്ന് എന്നെ പരിഗണിച്ചൂടെ? എന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറയണം, എനിക്ക് നിന്നെ ഒരിക്കലും ഇഷ്ടപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞ് നീ എന്റെ മുമ്പിൽ വന്നു പോകരുത്. ജിത്തു, അത് എനിക്ക്. ഞാൻ ഇവിടുന്ന് പോകണോ അതോ? സോറി ജിത്തു, ഞാൻ പൊക്കോളാം. ഒന്ന് നിന്ന. എനിക്കൊരു പേരുണ്ട്, ശിവജിത്ത്. അത് മറക്കരുത്. സേറ, നീ ഒറ്റൊരുതി കാരണം എനിക്ക് അവനോട് അടുക്കാൻ കഴിയാത്ത. ആള് കലിപ്പിലാണല്ലോ. കർത്താവേ, മിന്നിച്ചേക്കണേ. ഞാനിത് എവിടെല്ലാം നോക്കി, നീ ഇവിടെ വന്നിരിക്കുവായിരുന്നല്ലേ. ലേറ്റ് ആയതുകൊണ്ടായിരിക്കുമല്ലേ ക്ലാസ്സിൽ കയറായിരുന്നത്. ആയിഷ്, നീ അത് ഇതുവരെ കളഞ്ഞില്ലേ? നിന്റെ പാട്ട് വണ്ടി പണി മുടക്കിയതുകൊണ്ടല്ലേ ഞാൻ ലിഫ്റ്റ് അടിച്ചു വന്നേ. ഇങ്ങനെ ചൂടാവല്ലേ എന്റെ ജിത്തു. വാ ചേച്ചി, മോന് പപ്സ് ഒരു ലൈമ് വാങ്ങിത്തരാം. ഈ ചൂടൊന്ന് തണുക്കട്ടെ. അത് നിന്റെ മറ്റവന് കൊണ്ട് കൊടുക്കുന്നു. അതെന്നാ പറച്ചിലാണെന്നേ. എനിക്കൊരു മറ്റവനും ഇല്ലെന്ന് നിനക്കറിഞ്ഞൂടെ? അറിയാം, നിന്നെയൊക്കെ ആര് നോക്കാനാ? ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ നീ രണ്ടിൻ്റെ ആ പാവത്തിന് OLX വിൽക്കും. ഒന്ന് പോടാ, അത്രയ്ക്കും കണ്ണിച്ചോരയില്ലാത്തവളൊന്നും അല്ല ഞാൻ. നിനക്കല്ലേ അതിനൊക്കെ കഴിയുന്നു. നോക്കണ്ട നീ, 3 വർഷമായി ആ പാവം റേച്ചല് നിന്റെ പുറകെ നടക്കാൻ തുടങ്ങി. അതിനെ കാണുമ്പോഴൊക്കെ തെറി വിളിച്ച് ഓടിക്കാനല്ലേ നിനക്കറിയൂ. നീ ഒരു ഒറ്റടുത്തം കാരണം അവക്ക് എന്നെ കണ്ടൂടാ. ഞാൻ കാരണം? അതെ, ഈ കോളേജിൽ നീ ആകെ മിണ്ടുന്ന ഒരു പെങ്കൊച്ച് അത് ഞാനാണല്ലോ. അതിനെന്താന്ന് വെച്ചാ, മറ്റുള്ള ഗേൾസിനെ ഒന്നും നീ നിന്റെ 7 അയലത്ത് അടുപ്പിക്കുന്നില്ലല്ലോ, ഇൻക്ലൂഡിങ് റേച്ചൽ. അതുകൊണ്ട് തന്നെ അവളന്മാരെയൊക്കെ ശത്രുവാകേണ്ടി വരുന്നത് ഈ പാവം ഞാനാ. എന്തിന്? അത് വേറൊരു കോമഡിയാ. ഇവിടെ ഉള്ള എല്ലാരും വിചാരിക്കുന്നത് നമ്മൾ കപ്പിൾസ് ആണെന്നാ. അതുകൊണ്ട് തന്നെ എല്ലാത്തിന്റെയും ബാക്ക് എനിക്കിട്ട് തന്നെ കിട്ടുന്നേ. നമ്മൾ കപ്പിൾസോ? വാവ്, ഇത്രയും കാലമായിട്ടും ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതൊന്നും. എന്ത് ചെയ്യാനാ ജിത്തു, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നിനക്കില്ലല്ലോ. ഇതിനൊക്കെ ബുദ്ധിയുടെ വല്ല ആവശ്യമുണ്ടോ? നീ എന്റെ ലവ്വറും. അങ്ങനെ സംഭവിച്ച അന്ന് എന്നെ തെക്കോട്ട് എടുക്കേണ്ടി വരും. ലൈൻ അടിക്കാൻ പറ്റിയോ മുതലേ? ഒന്ന് പോടാർക്കാം. നിന്നെ കേട്ടാ മുട്ടി നിൽക്കുകയല്ല ഞാൻ. ഓരോ അരിമണിയിലും അത് തിന്നുന്നവന്റെ പേര് എഴുതിയിട്ടുണ്ടാകും എന്നല്ലേ പറയണേ. എന്റെ പഹയൻ എവിടെയെങ്കിലും കപ്പിളിനെയും കുറിച്ച് കാത്തിരിക്കുന്നുണ്ടാകും. അതെ അതെ, അന്നവന്റെ അവസാനമായിരിക്കും. പിന്നെ വിധി അതാണെങ്കിൽ ആർക്കും തടുക്കാൻ കഴിയില്ലല്ലോ. Seconds later. മമ്മി, ഞാൻ ഇറങ്ങുവാ. പിന്നെ ഉച്ചയ്ക്ക് 2 മണിക്കാ ട്രെയിന്, അത് നീ മറക്കല്ലേ. അത് ഞാൻ മറക്കും എന്റെ അനുകൊച്ചേ. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 172-29 തിരുവനന്തപുരത്തു നിന്നും പാലക്കാട് ജംഗ്ഷൻ വഴി സെക്കന്ദരാബാദ് വരെ പോകുന്ന തിരുവനന്തപുരം സെക്കന്ദരാബാദ് എക്സ്പ്രസ് 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്.
രണ്ടേകാലായോ? ട്രെയിൻ വന്നു കാണുമല്ലോ. ഞാനിനി ആ കുരിപ്പിനെ എവിടെ പോയി തപ്പും? നീ കുരിപ്പേ, ദാ ഇച്ചായ, എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ അല്ലേ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ഓ, ഇത്രയും കാലം എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അതും പോയി കിട്ടി. ജെനി, ഐ റിയലി മിസ് യു. ഞാനും ഒരുപാട് മിസ് ചെയ്തു എൻ്റെ ഇച്ചായ. ഇനിയുള്ള വിശേഷങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് പറയാം. എന്നാ പിന്നെ പോയാലോ നമുക്ക്? ഓക്കെ, ലെറ്റ്സ് ഗോ. എന്താ ഈ വരവിന്റെ ഉദ്ദേശം? എന്താ മാനേജർ സാർ, പേടിയുണ്ടോ? അവിടെ എല്ലാവരും നിനക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ്. ദേവും അങ്കിളും പിന്നെ അവിടെ എല്ലാവർക്കും സുഖല്ലേ? ആ, അവിടെ എല്ലാവർക്കും സുഖം തന്നെ. പിന്നെ ജിത്തു, അവൻ നിർമ്മല കോളേജിൽ ഫൈനൽ ഇയറിന് പഠിക്കുന്നു. ഉം. നീ ഒരിക്കലും എന്റെ കൺമുന്നിൽ നീ വന്നു പോകല്ലേ. എനിക്ക് നിന്നെ കാണേണ്ട. ഐ ഹേറ്റ് യു. പകൽക്കിനാവ് കണ്ടു മതി. വീടെത്തി, വാ. ശിവ,